പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബുനിയൽ ഇസ്ലാം അലാ ഹംസിൻ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഇസ്ലാം 5 സ്തംഭങ്ങളിൽ നിലകൊള്ളുന്നു. അതിലെ ആ പ്രധാനപ്പെട്ട 5 തൂണുകളിൽ ഒന്നാണ് ഹജ്ജ് കർമ്മം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. പുണ്യഭവനത്തിൽ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നവർക്കെല്ലാം ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ നിർബന്ധമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഹജ്ജ് എന്താണ് യഥാർത്ഥത്തിൽ ഹജ്ജ്? ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിൽ ഒന്ന്, സൃഷ്ടാവും വിശ്വാസിയായ അടിമയും തമ്മിൽ മാത്രം ബന്ധമുള്ള പ്രാർത്ഥനകൾ മാത്രം അടങ്ങിയ കർമ്മങ്ങളുണ്ട്. വേറെ മറ്റു മനുഷ്യരോടും ജീവജാലങ്ങളോടുമൊക്കെ ബന്ധപ്പെടുന്ന, മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന, നന്മകളായി തീരുന്ന നിർബന്ധമായ കർമ്മങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ലോകത്തു നിന്ന് നാനാവിധ ആളുകൾ, വ്യത്യസ്തരായ വിശ്വാസികൾ, വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, വേഷങ്ങൾ, നിറങ്ങൾ, ശീലങ്ങൾ ഒക്കെയുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്നിടത്ത് ഒരു മഹ്ശറിന്റെ, മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് കൂടുന്ന ഒരു മഹാമൈതാനം, മഹ്ശറിന്റെ ഒരു രൂപമാണ് അവിടെ കാണിക്കപ്പെടുന്നത്. മാത്രമല്ല ഹജ്ജിൽ മനുഷ്യന്റെ ജീവിത മഹായാത്രയുടെ ഒരു പരിച്ഛേദമായി നമുക്കതിനെ കാണാൻ സാധിക്കും. ഹജ്ജിൽ നൃത്തമുണ്ട്, നടത്തമുണ്ട്, ഹിടത്തമുണ്ട്, ഉറക്കമുണ്ട്, കറക്കമുണ്ട്, എല്ലാം ഉണ്ട് ഹജ്ജിൽ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളും, നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നു, നടക്കാൻ പറഞ്ഞെടുത്ത് നടക്കുന്നു, ഉറങ്ങാൻ പറഞ്ഞെടുത്ത് ഉറങ്ങുന്നു, കറങ്ങാൻ പറഞ്ഞെടുത്ത് കറങ്ങുന്നു. അതാണ് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. തന്റെ രക്ഷിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു, നീ എനിക്ക് കീഴ്പ്പെടുക, എന്നെ അനുസരിക്കുക, ഞാൻ പറയുന്നത് ചെയ്യുക. ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായ നാഥന്റെ മുന്നിൽ ഇതാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ അനുസരിച്ചിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ എന്താണ് പറയുന്നത് അതെല്ലാം ചെയ്യാൻ തയ്യാറായി. ഒരു സമർപ്പണത്തിന്റെ ആകത്തുകയാണ്. അതിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുടെയും രൂപങ്ങൾ, സാമ്പിളുകൾ കാണിക്കുന്ന കർമ്മരൂപമായിട്ട് തന്നെ വേണം നമുക്ക് ഹജ്ജിനെ കാണാൻ സാധിക്കുക. ഹജ്ജ് യഥാർത്ഥത്തിൽ ഈ ലോക മുസ്ലിം സമ്മേളനമാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. മറിച്ച് ആ സമ്മേളനത്തിന്റെ പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ആത്മീയമായ ആദർശത്തിന്റെ വിശുദ്ധിയിൽ ഊന്നി നിന്നുകൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ച പ്രവാചക പ്രഭുവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ചര്യയെ പിന്തുടരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. ആ പ്രവാചകരെ പിന്തുടരാനാണ് നമ്മളോട് കൽപ്പനയുള്ളത്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് വന്നുപോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വചനം, സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതാണ് ഹജ്ജ് എന്ന സമ്മേളനത്തിന്റെ പ്രമേയം. അള്ളാഹുവിന്റെ തൗഹീദിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏകത്വത്തെ വാഴ്ത്തുന്ന, ആവർത്തിച്ചാവർത്തി പ്രഖ്യാപിക്കുന്ന ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് വിളിച്ചുകൊണ്ടുള്ള തൗഹീദിന്റെ ആവർത്തനമാണ്, അതിന്റെ പ്രഖ്യാപനമാണ് ആ പ്രമേയത്തിന്റെ സന്ദേശം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.